ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 3 കളർ ക്രേപ്പ് പേപ്പറാണ്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി പിടിക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് 4 പെറ്റൽസ് ഒരേ ടൈമിൽ കിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. 12 പെറ്റൽസ് ആണ് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു ബാമ്പു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ അതിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് നമുക്ക് വേണ്ടത്. ബ്രൗൺ കളർ ക്രേപ്പ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രൗൺ കളർ ക്രേപ്പ് പേപ്പർ തന്നെയാണ്. അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പർ ബോളുമേൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിന് ചുറ്റുമായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രേപ്പ് പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യ ലെയറായിട്ട് 6 പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ നെക്സ്റ്റ് 6 പെറ്റൽസും കൂടി ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് സെപ്പൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഗ്രീൻ പേപ്പറാണ് വേണ്ടത്. അത് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
ഫ്ലവറിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിനി ഈ സെപ്പൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ലീഫ് ഷേപ്പാക്കി എടുക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റെം വയർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ലീഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്മുമേലൊന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം അതിനിടയിലായിട്ട് ഓരോ ലീഫായിട്ട് വെച്ച് കൊടുക്കാം. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റുമായിട്ട് വരാം. അത്രയും നേരത്തേക്ക് താങ്ക് യു. ബൈ ബൈ.